ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മെയ് 2 തീയതി മാഞ്ചസ്റ്ററിൽ നടക്കുന്ന MKCയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ MKCയുടെ പ്രസിഡന്റ് ശ്രീ ജിജി കൊച്ചുപറമ്പിലും സെക്രട്ടറി ശ്രീ ജോർജും ഫൈനാൻസ് കൺവീനർ സിബി തോപ്പിലും നമ്മളോടൊപ്പമുണ്ട്. ജിജി ഇപ്പോൾ MKCയുടെ പ്രസിഡന്റാണല്ലോ. ജിജിക്ക് എന്താണ് MKCA എന്നൊന്ന് വിശദീകരിക്കാമോ? 25 വർഷങ്ങൾക്ക് മുമ്പ് സിറിയാക്ക് മറ്റത്തിലച്ഛൻ്റെയും റെജി മഠത്തിൻ്റെ നേതൃത്വത്തിൽ മാഞ്ചസ്റ്ററിലെ കുടുംബാംഗം ഒന്നിച്ചുകൂടിയ ഒരു സംഘടനയാണ് മാഞ്ചസ്റ്റർ കാനായ കാത്തലിക് അസോസിയേഷൻ. അതിനെയാണ് MKC എന്ന് നാം പറയുന്നത്. ജിജി ഇപ്പോൾ പറഞ്ഞല്ലോ MKCയുടെ 25 വർഷമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം MKCയുടെ സിൽവർ ജൂബിലി ആഘോഷമായിരിക്കുമല്ലോ നടക്കുന്നത്. അതിൻ്റെ വിജയത്തിനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? 2026 മെയ് 2 തീയതി മാഞ്ചസ്റ്ററിലെ ഫോറസ്റ്റ് സെൻറ്ററിൽ വെച്ച് നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അതിനായി MKCയെ 50 അംഗ കമ്മിറ്റിയെ എടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ പൂർണ്ണ വിജയത്തിനായി മുന്നോട്ട് പോവുകയാണ്. ജോർജ്, സെക്രട്ടറി എന്ന നിലയിൽ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന് എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ ജൂബിലിയുടെ വിജയത്തിനായി നമ്മൾ ഒരു 7 കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കമ്മിറ്റിക്കും ഓരോ ഹെഡുണ്ട്. അപ്പോൾ ആ ഹെഡുമായിട്ട് അവരുടെ ഇതുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജോർജ്, നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ജോർജ് എത്ര ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്? മാഞ്ചസ്റ്ററിൽ ഏതാണ്ട് 240 ഫാമിലികളുണ്ട്. ആ ഫാമിലികളെല്ലാം ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലുള്ള കാനായക്കാരും നമുക്ക് ഗസ്റ്റായിട്ട് വരും. അപ്പോൾ ഏതാണ്ടൊരു 700-750 ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ 700-750 പേരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രോഗ്രാംസാണ്, എന്തൊക്കെ എൻ്റർടൈൻമെൻ്റാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? 1 മണിയോടുകൂടെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം റിഫ്രഷ്മെൻറ്റ്, അതിനുശേഷം പബ്ലിക് മീറ്റിംഗ്, അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം നമ്മുടെ MKCയിലെ കലാകാരങ്ങളും കലാകാരികളും അണിയിച്ചൊരുക്കുന്ന വെൽക്കം ഡാൻസ് ഉണ്ടാവും. പിന്നെ പാട്ടുകളുണ്ട്. പിന്നെ നമുക്കൊരു നാട്ടിൽ നിന്നൊരു വയലിൻ പെർഫോമർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ദിവസം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു DJ മ്യൂസിക്കും കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇത്രയും വലിയ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റും ബാക്കി ഗസ്റ്റുകളും ആരെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് മാർ ജെയിംസ് തോപ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക്പോർട്ട് MP സുനിയച്ചൻ, UKKC പ്രസിഡൻറ്റ്, യുക്മ പ്രസിഡൻറ്റ് ഫാദർ റിജോ കാര്യോലി എന്നിവരാണ് നമ്മുടെ പരിപാടികളിലേക്ക് വരുന്നത്. നമ്മുടെ കോട്ടയം രൂപത ബിഷപ്പുമാരെ ക്ഷണിച്ചിരുന്നു. ബിഷപ്പുമാർക്കും എല്ലാം അസൗകര്യമാണെന്ന്, അതുകൊണ്ട് അവർക്ക് വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ MKCയുടെ സ്ഥാപക പ്രസിഡൻ്റായ റെജി മഠത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. റെജി മഠത്തിനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ജൂബിലിക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പുതിയ പ്രോഗ്രാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സിന്ധു സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ക്നാനായ ചരിത്രവും അതുപോലെ ക്നാനായക്കാരുടെ 3ാം കുടിയേറ്റമായ ഇംഗ്ലണ്ടിൽ ഈ 25 വർഷത്തെ MKCയുടെ വളർച്ച ഒരു ദൃശ്യ ആവിഷ്കാരമായിട്ട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. UKKCA കൺവെൻഷനിലെ വെൽക്കം ഡാൻസുകൾക്ക് തുടക്കം കുറിച്ച യൂണിറ്റാണ് MKCA. നിങ്ങളിവിടെയും ഒരു വെൽക്കം ഡാൻസിന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, തീർച്ചയായും നമുക്കൊരു വെൽക്കം ഡാൻസ് ഉണ്ട്. അത് നമ്മുടെ കൾച്ചറൽ കോർഡിനേറ്ററായ ദിവ്യയും ഷീബയും നമ്മുടെ കലാകാരിയായ ഷേർലി ബിജു എഴുതിയ വരികൾക്ക് നല്ല അതിമനോഹരമായ നൃത്തം ഉണ്ട്. അതനുസരിച്ച് അതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള കലാകാരന്മാരുടെ വിവിധ പ്രോഗ്രാമുകളും വെറൈറ്റി കലാപരിപാടികളുമാണ് ഞങ്ങൾ പ്രാവശ്യം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്: വൈസ് പ്രസിഡന്റ് ജിം ജോൺ, ജോയിൻറ്റ് സെക്രട്ടറി നോയൽ എബ്രഹാം, ജോയിൻറ്റ് ട്രഷറർ ജോർജ് ജോസഫ്, കൾച്ചറൽ കോർഡിനേറ്റേഴ്സ് ദിവ്യ സനിൽ, ഷീബ സിറിൽ, അഡ്വൈസേഴ്സ് ജിജോ കിഴക്കക്കാട്ടിൽ, ട്രോയ് മാത്യു എന്നിവരാണ് ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുന്ന മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്.
പിന്നെ നമ്മൾക്ക് അതോടൊപ്പം നമ്മുടെ വുമൻസ് ഫോറം ഉണ്ട്, MKCYയിലുണ്ട്. നമ്മുടെ എല്ലാ കൾച്ചർ പ്രോഗ്രാമിൻ്റെയും നെടുന്തൂണ് ഈ വുമൻസ് ഫോറവും MKCYയിലാണ്. പിന്നെ അതോടൊപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏരിയ വഴിയിൽ നിന്ന് ഓരോ റെപ്രസെൻറ്റേറ്റീവ്മാരും ഉണ്ട്. അവരെല്ലാവരും കൂടെ കൂടിയാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ജൂബിലിയോടനുബന്ധിച്ച് UK കനാനായ ജനതയോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? UKKCയുടെ 57 യൂണിറ്റുകളിൽ ആദ്യത്തെ സിൽവർ ജൂബിലിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഈ സിൽവർ ജൂബിലിക്ക് നമ്മൾ UK എല്ലാ കാനായ കുടുംബങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിബി, നമ്മുടെ ഇത്തവണത്തെ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഈ ഫൈനാൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണ് സിബി ആ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ജൂബിലിക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്തത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഫാമിലി ടിക്കറ്റ്, സിൽവർ ടിക്കറ്റ്, അതുപോലെ തന്നെ ഗോൾഡൻ ടിക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നാണ് നല്ലൊരു ശതമാനം നമ്മൾ ഫണ്ട് റേസ് ചെയ്തത്. സിബിജൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ 3 ടൈപ്പ് ടിക്കറ്റുകളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടിക്കറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് പറയാമോ? ഗോൾഡൻ ടിക്കറ്റ്, സിൽവർ ടിക്കറ്റ് നമ്മൾ അവർക്ക് പ്രത്യേക സീറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫണ്ട് ഡ്രോയിൽ. അതുകൂടാതെ ഗോൾഡൻ ടിക്കറ്റുകാരുടെ ഫാമിലി ഫോട്ടോ നമ്മൾ LED വാളിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സിബിജ, നമ്മുടെ ഇത്രയും വലിയൊരു പരിപാടിയാണ്. ഈ പരിപാടിക്ക് ഈ ഒരു ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും സോഴ്സസ് നിങ്ങൾ നോക്കുന്നുണ്ടോ? നമ്മൾ വേറെ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്, മെഗാ സ്പോൺസറുണ്ട്, മറ്റ് ഇൻഡിവിജ്വൽ സ്പോൺസേഴ്സും ഉണ്ട്. നമ്മൾ ആ രീതിയിലും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ റാഫിൾ ടിക്കറ്റും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. സിബിജ, നമ്മുടെ മെമ്പേഴ്സ് ഇത്രയും പൈസ മുടക്കി അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ മാഞ്ചസ്റ്ററിലെ ഏറ്റവും നല്ല ഹാളായ ഫോറം സെൻറ്റർ തന്നെയാണ് ഇതിനു വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ LED വാളും നമ്മുടെ സൗണ്ട് സിസ്റ്റം അതും ഏറ്റവും മനോഹരമായ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെമ്പേഴ്സിന് തന്നെ വിവിധ കലാപരിപാടികൾ ഈ കൂട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു. സിബി, നമ്മളിപ്പം നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും വെളിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയ കലാകാരനായ മനോജ് എബ്രഹാം, ഒരു ഫേമസ് വയലിനിസ്റ്റാണ്. പുള്ളി ഈ പരിപാടിക്ക് വേണ്ടി വരുന്നുണ്ട് നമ്മൾക്ക് പരിപാടി അവതരിപ്പിക്കാനായിട്ട്. നമ്മൾ DJ അറേഞ്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എൻജോയ് ചെയ്ത് പോകും തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളെ എല്ലാവരും മെയ് 2-ാം തീയതിക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണം നമ്മൾ ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നു. വരിക, വിജയിപ്പിക്കുക നമ്മുടെ ഈ പരിപാടി.